സംസ്ഥാനത്തിന്റെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ തമിഴ് ജനതയോട് അസാധാരണമായ ആഹ്വാനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ 2026 നടക്കുന്ന അതിർത്തി നിർണയത്തിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കും. ഇതിനെ പ്രതിരോധിക്കാനാണ് കേന്ദ്രത്തെ പരിഹസിച്ചുകൊണ്ടുള്ള സ്റ്റാലിന്റെ ഈ ആഹ്വാനം. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ അതിർത്തി നിർണയത്തെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു സ്റ്റാലിന്റെ ഈ പരിഹാസം. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ആവശ്യത്തിന് സമയമെടുക്കാൻ മുൻപ് നവദമ്പതികളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇനി അങ്ങനെ പറയാനാവാത്ത സാഹചര്യത്തിലേക്ക് നമ്മളെ തള്ളിവിട്ടിരിക്കുകയാണ് കേന്ദ്രം. അതിനാൽ നവദമ്പതികൾ ഉടൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും അവർക്ക് നല്ല തമിഴ് പേരുകൾ നൽകുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതായിരുന്നു സ്റ്റാലിന്റെ വാക്കുകൾ. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം നടന്നാൽ തമിഴ്നാടിന്റെ പാർലമെന്ററി പ്രാതിനിധ്യം കുറയുമെന്ന് സ്റ്റാലിൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് തന്റെ വാക്കുകൾ തമിഴ് ജനത കേൾക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നാം കുടുംബാസൂത്രണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്രത്തിന്റെ കുടുംബാസൂത്രണ പരിപാടികൾ ഇപ്പോൾ സംസ്ഥാനത്തിനു തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അഭ്യർത്ഥന പ്രകാരമാണ് തമിഴ്നാട്ടിൽ ജനസംഖ്യ നിയന്ത്രിച്ചത്. ജനസംഖ്യ കുറഞ്ഞത് കൊണ്ട് മണ്ഡലങ്ങൾ നഷ്ടമാകുന്ന അവസ്ഥയാണെന്നാണ് സ്റ്റാലിൻ പറയുന്നത്. നിലവിൽ തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ 39 എംപിമാരാണുള്ളത്. ജനസംഖ്യയെ അടിസ്ഥാനമാക്കി ഓരോ സംസ്ഥാനത്തിനും പാർലമെന്റിൽ എത്ര പ്രതിനിധികളെ ലഭിക്കുമെന്ന് ഈ പ്രക്രിയയിലൂടെ നിർണയിക്കും. 2026 ശേഷം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മണ്ഡല പുനർവിഭജനത്തിൽ തമിഴ്നാട്ടിൽ 39 ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 31 കുറയുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയുള്ള നടപടികൾ ആലോചിക്കാൻ തമിഴ്നാട് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അതേസമയം ത്രിഭാഷാ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മറവിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം തമിഴ്നാട് അംഗീകരിക്കില്ലെന്ന് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു ഭാഷായുദ്ധം ഉണ്ടാകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഹിന്ദി അടിച്ചേൽപ്പിച്ചതിനാൽ നിരവധി ഉത്തരേന്ത്യൻ മാതൃഭാഷകൾ തുടച്ചു നീക്കപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ DMK സർക്കാർ ഭയപ്പെടുന്നില്ലെന്നും ഉദയനിധി പറഞ്ഞു. മുഖ്യമന്ത്രി അടുത്തിടെ 3 കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ NEP അംഗീകരിക്കുന്നില്ല, അതിർത്തി നിർണയം അംഗീകരിക്കില്ല, ഹിന്ദി അടിച്ചേൽപ്പിക്കലും അംഗീകരിക്കില്ല. ഇന്ന് കേന്ദ്രം പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ നേരിട്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. സത്യത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം കേന്ദ്ര ഇടപെടൽ കാരണം കലങ്ങി മറിയുകയാണ്.